ഇത് നടാനെടുക്കുന്ന മണ്ണ് ഇതിൻ്റെ വേരുകൾക്ക് നല്ല എയറേഷൻ കിട്ടത്തക്കവണ്ണം ഉള്ളതായിരിക്കണം. സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിശ്രിതമാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മിശ്രിതത്തിൻ്റെ അരഭാഗം മണലായിരിക്കണം. മണ്ണും ജൈവവളവും ചകിരിച്ചേർ ചേർക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം കൂടി വേണം ബാക്കി പകുതി ഭാഗം മണ്ണെടുക്കാൻ. അതുപോലെ വർഷത്തിലൊരിക്കൽ നമ്മൾ പുതിയ ചട്ടിയിലേക്ക് ഇതിനെ റീപോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ചട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സാൾട്ട് ബിൽറ്റപ്പിനെ തടയുന്നതിന് സഹായിക്കുന്നു. നല്ല ഡ്രെയിനേജ് കിട്ടത്തക്ക രീതിയിലുള്ള സോയിലായിരിക്കണം. ഈ പ്ലാന്റിൻ്റെ നനയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ണ് എപ്പോഴും നല്ല നനവുള്ളതായിരിക്കണം. പക്ഷേ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാനോ കൂടിപ്പോകാനോ പാടില്ല. അതുപോലെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാതിരുന്നാൽ ഇതിൻ്റെ ഇലയുടെ അറ്റമൊക്കെ ബ്രൗൺ നിറമാകാനും കരിയാനും തുടങ്ങും. വിൻ്റർ സീസണിൽ എപ്പീസിയ വളരാത്ത സീസണാണ്. ആ സീസണിൽ വെള്ളം അല്പം കുറഞ്ഞാലും